കേരളവും ദുബായും തമ്മിലുള്ള ബന്ധം വെറും ഒരു സ്മാർട്ട് സിറ്റിയിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല എന്ന് പുതിയ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. സ്മാർട്ട് സിറ്റിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു താല്പര്യമല്ല ദുബായിക്ക് കേരളത്തിൽ. പിള്ളേർ പടമുണ്ട്, ഭാവിയിൽ മറ്റു പലതും പ്രോജക്റ്റുകളും വന്നു എന്ന് വരാം. ഇത് വളരെ നല്ലൊരു തുടക്കമാണ്. വിവാദങ്ങൾ ചർച്ചകൾ മാത്രമാണ്, എന്നാൽ ഈ ചർച്ചകൾ പദ്ധതിയെ ബാധിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാദം എന്ന് പറയുന്ന ചർച്ച എന്നാണെങ്കിൽ, പോസിറ്റീവ് ചർച്ച എന്നാണെങ്കിൽ തീർച്ചയായും അത് വേണം നമുക്ക്. കാരണം ആളുകൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ചർച്ച ആവശ്യമാണ്. വ്യക്തികൾ മാറിയെങ്കിലും കേരള സർക്കാരിന് മാറ്റമില്ലെന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. കേരള സർക്കാർ എപ്പോഴും ഈ പ്രോജക്റ്റിന്റെ കൂടെ തന്നെ ഉണ്ടാവും. സർക്കാരിന് വളരെ താല്പര്യമുണ്ട് ഈ പ്രോജക്റ്റ് വിജയിക്കാന്നുള്ള പോലെ. ദുബായ് പോലെ തന്നെ കേരള സർക്കാരിനും ഒരേപോലെ താല്പര്യവും ആഗ്രഹമുള്ള കാര്യമാണ്. വലിയ രാജ്യാന്തര കമ്പനികൾ കൊച്ചിയിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ മാൻ പവർ വളരെ കൂടുതലാണെന്നും ഡോക്ടർ ബാജു ജോർജ് കൂട്ടിച്ചേർത്തു. വളരെ പോസിറ്റീവാണ്. പല വലിയ കമ്പനികളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത് പേര് പറഞ്ഞ് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടിയും വൈബ്സ് ആർ റിയലി ഗുഡ്. MD എന്ന പുതിയ പദവിക്ക് ശേഷം ഇത് ആദ്യമായാണ് ഡോക്ടർ ബാജു ഒരു ടെലിവിഷൻ ചാനലിനെ അഭിമുഖീകരിക്കുന്നത്. വൈകാതെ കൊച്ചിയിലെത്തുമെന്നും കേരളത്തിന്റെ ഈ സ്വപ്ന പദ്ധതിക്ക് പ്രത്യേക ടീം രൂപീകരിച്ച് പ്രവർത്തനം വേഗത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.